നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്തിനാ? അയാളുടെ അപ്പോഴത്തെ പെരുമാറ്റം എനിക്ക് ശരിയായി തോന്നിയില്ല. പരിചയമില്ലാത്ത വഴി സന്ധ്യാസമയവും അതൊരു പ്ലാനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു മെഡിക്കൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ ഡൽഹിയിലായിരുന്നു. ഇവൾ എൻ്റെ അടുത്തേക്ക് വരാനാണ് അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ ഓട്ടോക്കാരനുമായി നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു അല്ലേ? സർ, വെറും 2-3 ദിവസത്തെ പരിചയമേ ഇവർ തമ്മിലുള്ളൂ. എന്നും രാവിലെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യും, ഓഫീസിൽ കൊണ്ടുവിടും. അല്ലാതെ സർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അടുപ്പമൊന്നും ഇവൾക്ക് അയാളോടില്ല. റിലാക്സ് മിസ്റ്റർ റോയ്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ഞാൻ ഈ സംഭവം അറിഞ്ഞ് കിട്ടിയ ഫ്ലൈറ്റിൽ പിറ്റേന്ന് തന്നെ ഇങ്ങ് നാട്ടിലെത്തി. അപ്പൊ സംഭവം നടന്നത് മിനിയാന്ന്, നിങ്ങളെത്തിയത് ഇന്നലെ, കംപ്ലൈന്റ് തരുന്നത് ഇന്ന്. എന്താ ഇത്രയും ലേറ്റ് ആവാൻ കാരണം? സർ, ഞാനിവിടെ എത്തുമ്പോൾ ഇവളുടെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല. വീട്ടിനുള്ളിൽ പേടിച്ച് വിറച്ച് ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ഞാൻ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് വരികയായിരുന്നു. ഓക്കെ, വണ്ടിയുടെ നമ്പർ ഓർമ്മയുണ്ടോ? ഇല്ല. അതെന്താ? പരിചയമുള്ള വണ്ടിയല്ലേ, എന്നിട്ടും നമ്പർ ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ? സർ, നമ്മളൊക്കെ ഓട്ടോയിലും കാറിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകളല്ലേ. സഞ്ചരിക്കുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കിയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത്? അക്രമി ഓടിക്കുന്ന ഒരു സ്ത്രീക്ക് തിരിഞ്ഞു നിന്ന് നമ്പർ എഴുതിയിട്ട് ഓടാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. ബാഗ് എന്താ? അവളുടെ ഫോണും പേഴ്സും ബാഗിലെ വണ്ടിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞതാ. ഓ, എല്ലാ ഡീറ്റെയിൽസും വെച്ച് ഒരു പരാതി എഴുതി കൊടുക്കുക. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അന്വേഷിക്കാം. ഓക്കെ, ഒന്ന് നിന്നേ. ഇയാളാണോ ആള്? ഇത് തന്നെയാള്. ശരിയെന്നാ. എന്തായി സാറിന്റെ കാര്യങ്ങളൊക്കെ? എന്ത് കാര്യം? വർമ്മ സാറ് പറഞ്ഞ പ്രൊമോഷന്റെ കാര്യമൊന്ന്. മഴക്കാറ് കണ്ടിട്ട് ഞാൻ ചായപാത്രം അടുപ്പത്ത് വെക്കാറില്ല. എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ തനിക്ക് വല്ലാത്ത ധൃതിയുണ്ടോ? അല്ല സാറ് ഈ സ്റ്റേഷനിൽ വരുന്നവരൊക്കെ കുർബാനയും ചൊല്ലിപ്പിച്ച് കുമ്പസാരിപ്പിച്ച് കുഞ്ഞാടുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. സാർ എത്രയും പെട്ടെന്നൊന്ന് പോയിട്ട് വേണം എനിക്കൊരു യഥാർത്ഥ പോലീസുകാരനായിട്ട് ജീവിക്കാൻ. യഥാർത്ഥ പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ കസേരയില്ലാതെ കസേരയിലിരുത്തുക, പച്ച ഈർക്കിൽ കുത്തിക്കയറ്റുക, അതൊക്കെയാണ്. എന്തിനാ നിർത്തിയത്? പച്ച ഈർക്കിൽ പൊട്ടിക്കാനാ? സാർ അങ്ങോട്ടൊന്ന് നോക്കി. സാർ ബാഗ് ഇവിടെ ഉണ്ട്. അവരെന്ന ഡീറ്റെയിൽസിലുള്ള സാധനമല്ല ഇതിലുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല സാർ. അങ്ങനെ തീർത്ത് പറയല്ലേ രാമേന്ദ്ര. ഇവിടെ ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തുകയും ഇര രക്ഷപ്പെട്ടപ്പോൾ താൻ പിടിക്കപ്പെടുമെന്ന് ഭയന്ന് രാഘവൻ മുങ്ങുകയും ചെയ്തു. അപ്പൊ കേസ് ക്ലോസ് അല്ലേ സാർ? പക്ഷേ ഓടിക്കൊണ്ടിരുന്ന വണ്ടി എങ്ങനെയാൾ സ്വയം പഞ്ചറാക്കും? ശരി, 4:30ക്കുള്ള അപ്പോയിൻമെൻറ്റ് ഒരു 5:30 ആക്കിക്കോ. ഇന്നിനി വേറെ അപ്പോയിൻമെൻ്റ് ഒന്നും വേണ്ട. ശരി. സാറെന്താ ഇവിടെ? ഒന്ന് വന്നോട്ടെ പ്ലീസ്. ഡോക്ടർ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇല്ല. സംഭവം നടന്ന സ്പോട്ടിൽ ഞാൻ പോയിരുന്നു. വൈഫിൻ്റെ ബാഗ് കിട്ടിയിട്ടുണ്ട്, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സ്റ്റേഷനിലോട്ട് വന്ന് സ്റ്റേറ്റ്മെന്റ് ഒപ്പിട്ട് ബാഗ് എടുത്തോളൂ. അയാളെ പറ്റി ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയാൻ മാത്രം സാർ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ. അതിന് മാത്രമല്ല, റോയിയെ ഒന്ന് കാണാനും കൂടി വന്നതാ ഞാൻ. നമ്മൾ ഇപ്പോഴല്ലാതെ മുമ്പ് എപ്പോഴോ കണ്ടിട്ടുണ്ടല്ലോ. ഹർഷയുടെ കേസിന് വേണ്ടി നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. ഹർഷവർദ്ധൻ. അയാളിപ്പോൾ എവിടെയാ? പുതിയൊരു മ്യൂസിക് പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. ഈ സിറ്റിയിലെ തിരക്കിൽ നിന്നോ മാറി നിൽക്കുകയാണ്.
ഹർഷയെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അയാളുടെ ഫോൺ നമ്പർ ഒന്ന് തരൂ. ഫോൺ നമ്പർ എൻ്റെ കയ്യിലില്ല. ഞാൻ അടുത്ത പ്രാവശ്യം കാണുമ്പോൾ മേടിച്ചു തരാം. അതെങ്ങനെയാ റോയ് ശരിയാവുന്നത്? ഫ്രണ്ട്സായിട്ട് നമ്പർ അറിയില്ലെന്ന് പറഞ്ഞാൽ എരമല്ലൂർ ജംഗ്ഷനിൽ റൈറ്റ് തിരിഞ്ഞ് രണ്ടാമത്തെ ലെഫ്റ്റിലെ അവസാനത്തെ വീടാണ് അവൻ്റേത്. ഓ താങ്ക് യു. സ്റ്റേഷനിൽ വന്ന് ബാഗ് എടുത്തോളൂ. ശരി സർ. ഫ്രണ്ടിൻ്റെ നമ്പർ അറിയില്ല എന്ന് പറയുന്നതിൽ ലോജിക്കില്ല. പക്ഷെ മേൽവിലാസം മടി കൂടാതെ പറഞ്ഞു തരികയും ചെയ്തു. പ്രത്യക്ഷത്തിൽ സംശയത്തിന് പ്രസക്തിയില്ല. പക്ഷെ പോലീസുകാരുടെ ജോലി സംശയിക്കലാണല്ലോ. ആ നമ്മൾ വിചാരിച്ച കാര്യം നടക്കുമോ? നടക്കും. ഇവിടെ ശ്രദ്ധിക്കൂ സോഫി. വെരി ഗുഡ്. എല്ലാം പഠിച്ചല്ലോ. ഇനി വീട്ടിലൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. വരണമെന്നില്ല. ആ മോള് വന്നോ? വാ. പേടിക്കണ്ട, മോളിങ്ങോട്ട് വന്നോളൂ. ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? ഹർഷ സാർ നന്നായി പഠിപ്പിക്കുന്നുണ്ടോ? കുട്ടികളുടെ ഇത്തരം വാസനകൾ നമ്മൾ എൻകറേജ് ചെയ്യണം. എന്നാലേ വലുതാവുമ്പോൾ ഏത് കരിയർ ചൂസ് ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കാനാവൂ. എനിക്ക് ഹർഷയെ ഒന്ന് കാണണമായിരുന്നു, പക്ഷേ ഇപ്പം സമയമില്ല. ഹർഷയുടെ മൊബൈൽ നമ്പർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാമായിരുന്നു. ഈയിടെയായി ഹർഷയുടെ മൊബൈൽ നമ്പർ മാറിക്കൊണ്ടിരിക്കുക. മോളെ പഠിപ്പിക്കാൻ പുള്ളിക്കാരൻ ഫ്രീ ആകുമ്പോൾ ഇവിടുത്തെ ലാൻഡ് ലൈനിൽ വിളിക്കാറാ പതിവ്. ഓ, അപ്പോൾ പുതിയ മൊബൈൽ നമ്പർ അറിയില്ല അല്ലേ?